മുത്തശ്ശൻ ആ വീഡിയോ കാണുന്തോറും കണ്ണുകൾ നിറഞ്ഞു. അയാൾ കാശിയെ നോക്കി. എന്താ ചെയ്യണ്ടേ മുത്തശ്ശ? അവൻ വിഷമത്തോടെ ചോദിച്ചു. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം മോനെ. അതിപ്പോൾ ആരായാലും. സിദ്ധുവിനോട് പറയാം, ഈ വീഡിയോ അവൻ അയച്ചു കൊടുക്കാം. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അങ്ങനെ മതി. അച്ചുമോളുടെ കൂടെ ഈശ്വരനുണ്ട്. ഇല്ലെങ്കിൽ ആ ജ്യൂസ് ഗായത്രി മാറി കുടിക്കില്ലായിരുന്നു. അവനവൻ തന്നെ സ്വന്തം കുഴി ഒരുക്കി. ഇത്രയൊക്കെ ആയിട്ടും അവൾ നന്നായില്ല. നന്നായിരുന്നെങ്കിൽ ഇന്ന് ഗായത്രിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ചിലർ അങ്ങനെയാ, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല, നന്നാവുകയുമില്ല. മുത്തശ്ശൻ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. കാശി അദ്ദേഹം പോകുന്നത് നോക്കിയിരുന്നു. കാശി, സിദ്ധുവിനോട് പറയണ്ടേ? ദത്തൻ ചോദിച്ചു. വേണം, നീ അവനിത് സെൻഡ് ചെയ്യ്. അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് കാശി സിദ്ധുവിനെ വിളിച്ചു. ദത്തൻ ആ വീഡിയോ സിദ്ധുവിന് അയച്ചു. ഫോൺ വിളിച്ചു കഴിഞ്ഞതും ഇരുവരും അവരവരുടെ മുറിയിലേക്ക് പോയി. കാശി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ചു എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു. അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നു. തൻ്റെ പ്രാണന്റെ സ്പർശനം അറിഞ്ഞതും അവൾ തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്തു പറ്റി എൻ്റെ കാന്താരിക്ക്? നമുക്കിവിടുന്ന് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകാം. അതെന്തേ? ഇഷ്ടമായില്ല ഇവിടെ ഉള്ളവരെ? എനിക്കെന്തോ പേടിയാകുക, ഒരു തരം വീർപ്പുമുട്ടലും. നമുക്ക് പോകാം. എന്തായാലും ലീവ് തീരുകയാണല്ലോ കോളേജിലെ. ഉടനെ എക്സാം തുടങ്ങും. അതിനു മുന്നേ പോകാം. എക്സാമൊക്കെ എഴുതി കോളേജ് അടക്കുമ്പോൾ നമുക്കിവിടേക്ക് വരാം. പിന്നെ ഇവിടുത്തെ കോളേജിൽ ചേരാം. എന്തേ? മോളിനൊരു കട്ടി പോരല്ലോ. അല്ല, ഇനി കോളേജിൽ പോകണോ? പോകണമല്ലോ. വന്ന് പെണ്ണ് മടിച്ചിയായി തുടങ്ങി. ഗായത്രിക്ക് എങ്ങനെയുണ്ട്? വിളിച്ചിരുന്നോ അച്ഛനെ? വിളിച്ചു. ഒന്നും പറയാറായിട്ടില്ല. ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. അവൻ പുറത്തേക്ക് മിഴികൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്തു പറ്റിയതാ? ചോരയ്ക്ക് വരുന്നുണ്ടായിരുന്നു. വിഷമുള്ളിൽ ചെന്നതാണ്. അതെങ്ങനെ? സ്വയം കഴിച്ചതാണോ? അതിനു മാത്രമേ പ്രശ്നമില്ലല്ലോ. അതൊക്കെ നമ്മുടെ പോലീസ് മോന് ചോദിച്ചു പറയും. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മോളിങ് വാ, എനിക്ക് കുറച്ചു നേരം മയങ്ങണം. അതിന് ഞാനെന്തിനാ വരുന്നേ? തനിയെ കിടന്നാ പോരെ? കുറുമ്പോടെ അവൾ പറഞ്ഞു. അങ്ങനെ കിടന്നാലേ ഉറക്കം വരില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഈ നെഞ്ചിലിങ്ങനെ തലചായ്ച്ചു കിടക്കാതെ ഉറക്കം വരൂല എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി കിടക്കാൻ വന്നു. ഇരുവരും കിടന്നതും കാശി തൻ്റെ മുഖം അവളുടെ നെഞ്ചോരം ചേർത്തു വെച്ച് കണ്ണടച്ചു കിടന്നു. ഒപ്പം അവൻ്റെ മനസ്സിലേക്ക് നേരത്തെ കണ്ട ദൃശ്യങ്ങൾ തെളിഞ്ഞു. അമ്മയും പവിയമ്മയും കൂടി അടുക്കളയിൽ ജ്യൂസ് ഉണ്ടാക്കിയത്. അമ്മ അടുക്കളയിൽ നിന്നും മാറിയതും പവിയമ്മ ഓരോ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് പകർത്തി. അവസാനത്തെ ഗ്ലാസ് കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിലേക്ക് ജ്യൂസ് പകർത്തിയ ശേഷം കയ്യിലെ ബോട്ടിൽ നിന്നും പോയിസൺ മുഴുവൻ അതിലേക്ക് ഒഴിച്ചു മിക്സ് ചെയ്തു. അവർ കുറച്ച് ഗ്ലാസ് അടങ്ങിയ ട്രേ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. വിഷം മിക്സ് ചെയ്തതടക്കം അവരെടുത്തു. പവിയമ്മ കൂട്ടം കൂടിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അരികിലേക്ക് പോയി. അമ്മ മുത്തശ്ശനും മുത്തശ്ശിക്കും ബാക്കിയുള്ളവർക്കും കൊടുത്തു. പവിയമ്മ പോയിസൺ കലർത്തിയ ജ്യൂസ് അച്ചുവിനാണ് കൊടുത്തത്. കളിയുടെ ലഹരിയിലായതുകൊണ്ട് എല്ലാവരും ജ്യൂസ് മാറ്റിവെച്ചു. അതേസമയം അങ്ങോട്ട് വന്ന ഗായത്രിക്ക് എൻ്റെ അമ്മ ജ്യൂസ് കൊടുത്തു. അവൾ അതുകൊണ്ട് അച്ചുവിൻ്റെ അരികിൽ വന്നിരുന്നു. അവരുടെ കളികളിലേക്ക് ശ്രദ്ധിച്ചു. അതിനിടയിൽ ഗായത്രി തൻ്റെ ജ്യൂസ് ഗ്ലാസ് അച്ചു വെച്ചതിൻ്റെ അടുത്ത് വെച്ചു. എല്ലാവരും അവരുടെ കളികൾ ശ്രദ്ധിച്ചിരുന്നു. ഗായത്രിയും അവരുടെ കൂടെ കൂടി. കളി കഴിഞ്ഞതും ഗായത്രി ആദ്യം ജ്യൂസ് ഗ്ലാസ് എടുത്ത് കുടിച്ചു. അതും അച്ചുവിന് കൊടുത്ത ജ്യൂസ്. ഗ്ലാസുകൾ തമ്മിൽ മാറി. ഗായത്രിക്ക് കൊടുത്തത് അച്ചുവും കുടിച്ചു. കുറച്ചു കഴിഞ്ഞതും ഗായത്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരുന്നു. സംസാരമായിരുന്നു. ചിന്നു കല്ലുവിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് അവളെ കിടത്താനായി കല്ലുവും പോയി. ഇത്രയും മനസ്സിലേക്ക് വന്നതും കാശിയുടെ നെഞ്ച് വല്ലാതെ തുടിച്ചു. തൻ്റെ പ്രാണൻ അത് കുടിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഓർക്കാൻ കൂടെ ഇഷ്ടപ്പെടാതെ അവൻ ഇരുമിഴികൾ ഇറുക്കെ അടച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ പൊടിഞ്ഞു. തൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ കിടന്നു. ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ആർക്കും വിട്ടുകൊടുക്കാത്തവണ്ണം അവളെ പൊതിഞ്ഞു പിടിച്ച് അവളുടെ മാറോട് തല ചേർത്ത് വെച്ച് കിടന്നു. ഇതേ സമയം ആശുപത്രിയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നു. പവിത്ര രേവതിയെ സമാധാനിച്ചു. തൻ്റെ അരികിൽ തന്നെ ചേർത്തിരുത്തി ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഐസിയു ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, ഗായത്രി? മഹാദേവൻ ചോദിച്ചു. സോറി, ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചു. ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ മഹാദേവനോട് പറഞ്ഞതും രേവതിയുടെ കരച്ചിൽ അവിടെ ഉയർന്നു. പവിത്രയുടെ കൈകൾ രേവതിയിൽ നിന്നും വേർപെട്ടു.
കണ്ണുകൾ നിറഞ്ഞു തൂവി. അതേസമയമാണ് സിദ്ധു അവിടേക്ക് ചെന്നത്. കൂടെ വനിതാ പോലീസും ഉണ്ടായിരുന്നു. അച്ഛാ, ഡോക്ടർ എന്താ പറഞ്ഞത്? സിദ്ധു തൻ്റെ അച്ഛനോട് ചോദിച്ചു. രക്ഷിക്കാനായില്ല, ദേവൻ രേവതിയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. സിദ്ധു പവിത്രയെ നോക്കി. അതിനുശേഷം ഗായത്രിയെ നോക്കിയ ഡോക്ടറെ കാണാൻ ചെന്നു. സിദ്ധു തിരികെ വന്നതും ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞോളൂ, സിദ്ധു ഡോക്ടറോടായി പറഞ്ഞു. ഗായത്രിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ക്രിട്ടിക്കലായിരുന്നു. വിഷമതിയുമായി ഉള്ളിൽ ചെന്നിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവയവങ്ങൾ ബാധിച്ചു. ഇത്രയും വലിയ അളവിൽ വിഷമുള്ളിൽ എങ്ങനെ എത്തിയെന്നറിയണം. അതിനാണ് ഇവർ വന്നിരിക്കുന്നത്. മാത്രമല്ല, ആത്മഹത്യയാണോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നുകൂടെ അറിയണ്ടേ? ഡോക്ടർ സിദ്ധുവിനെ നോക്കി രേവതിയോടും പവിത്രയോടുമായി പറഞ്ഞു. സിദ്ധു പവിത്രയെ തന്നെ നോക്കി നിന്നു. അവരിലുണ്ടാകുന്ന ഭാവമാറ്റം മാത്രം മതിയായിരുന്നു. തെറ്റുകാരിയാണെന്നുള്ളത് ഭയത്തോടെ വെപ്രാളത്തോടെയാണ് അവരുടെ നിൽപ്പ്. മോനെ സിദ്ധു, എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യില്ല. വിഷം കഴിക്കാനുള്ളൊരു വിഷമവും അവൾക്കില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ, രേവതി കരച്ചിലോടെ പറഞ്ഞു. ആരു പറഞ്ഞു രേവു അവൾക്ക് വിഷമമില്ലെന്ന്? അവൾക്ക് കാശിനാഥൻ എന്തൊരു ജീവനായിരുന്നു അറിയാമായിരുന്നു നിനക്ക്? അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ ഭാര്യ എന്ന പദവി. അവൾക്ക് കാശിയെ തൻ്റെ ഭർത്താവായി കിട്ടാത്തത് തന്നെ വിഷമമായിരുന്നു. പവിത്ര സങ്കടത്തോടെ പറഞ്ഞു. പവി, കാശിയെ ഗായത്രി ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവനൊരു ഭാര്യയുണ്ട്, സന്തോഷകരമായ ഒരു ജീവിതം അവനുണ്ട്. അതെന്തേന്ന് ഓർക്കാത്തേ? ലക്ഷ്മിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. ആ ദോഷക്കാരിയെ വേണ്ട എന്ന് വെക്കുവല്ലേ അവന്? അവൾ ഈ തറവാട്ടിൽ കാല് കുത്തിയ പിന്നെ ഇവിടെ ഒരു മരണ വീടാണ്. ഇതൊക്കെ അവളുടെ ദോഷത്തിന് ഫലമായി ഉണ്ടായേക്കുന്നതാണ്. ആരറിഞ്ഞു ഗായത്രിയെ ഇല്ലാതാക്കാൻ അവൾ കൊടുത്തതാണോ വിഷമെന്ന്? അവൾ അവസാനമാണ് വന്നത് തന്നെ. ഗായത്രി മോളെ കൊണ്ടുപോകുമ്പോൾ പോലും അവളിൽ പുച്ഛമായിരുന്നു. പവിത്രി കലയോടെ പറഞ്ഞു. കഴിഞ്ഞോ പ്രസംഗം? ഇനി ഞാൻ കാണിച്ചിരുന്ന വീഡിയോ കൂടി നിങ്ങളൊക്കെ കണ്ടിട്ട് പറ, ആരാണ് തെറ്റുകാരിയെന്ന്. സിദ്ധു തൻ്റെ കയ്യിലെ ഫോൺ അവർക്ക് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിലെ വീഡിയോസ് കാണുന്തോറും പവിയാകെ വിറങ്ങലിച്ചു പോയി. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മിയമ്മ തൻ്റെ വളർത്തുപുത്രിയെ ദേഷ്യത്തോടെ നോക്കി. എന്താ പവിത്രയാൻറ്റി, ഇപ്പൊന്നും പറയാനില്ലേ? നാവിറങ്ങിപ്പോയോ? ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയാലേ അറിയില്ല എന്ന് കരുതിയോ? പിന്നെ നിങ്ങളിത് കൊടുക്കാൻ ഉദ്ദേശിച്ച ആള് അശ്വതിയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഗ്ലാസുകൾ തമ്മിൽ മാറി. ഒന്നും അറിയാത്ത ഗായത്രി അത് കുടിച്ചു. അപ്പോൾ എങ്ങനെയാ, പോകുവല്ലേ സ്റ്റേഷനിലേക്ക്? നിങ്ങളെ കൊണ്ടുപോകാനായി വന്നവരാണിവർ. അധികം ഒച്ചപ്പാടൊന്നും വെക്കാതെ വന്നാൽ മര്യാദയ്ക്ക് പോകാം, ഇല്ലേൽ ഇവരുടെ കൈകൾക്ക് പണിയാകും. അത് ആൻറ്റിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നിങ്ങൾ നന്നായി എന്ന് വിശ്വസിച്ച 2 പേരവിടെ ഉണ്ടായിരുന്നു, ആൻറ്റിയുടെ സ്വന്തം അച്ഛനും അമ്മയും. ഇപ്പോഴാണ് മകളെന്ന് അറിഞ്ഞെങ്കിലും മാറ്റി നിർത്താതെ സ്നേഹിക്കുകയല്ലേ അവർ ചെയ്തത്. ഇന്നവർ ഒത്തിരി സങ്കടപ്പെട്ടു. അവർക്ക് കാണണ്ട എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പൊക്കോ എന്നാണ് പറഞ്ഞത്. സിദ്ധു പവിത്രയോടായി പറഞ്ഞു. നിന്നോട് ഞാൻ അവിടെ വെച്ച് ചോദിച്ചതല്ലേ, നിനക്കറിയോ ഗായത്രിക്ക് എന്താ പറ്റിയതെന്ന്? നിനക്ക് ഞാൻ ജന്മം തന്നില്ല എന്നുള്ളൂ. രാധു പ്രസവിച്ച അന്ന് തൊട്ട് നിന്നെ കൈവളയിൽ കൊണ്ടു നടന്നവരാണ്. ഞങ്ങളാണ് വളർത്തിയത്. എനിക്ക് മനസ്സിലായിരുന്നു നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. ഞങ്ങളും നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നന്മകളല്ലേ പകർന്നു നൽകിയത്. നിന്റെ കൂടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നടന്നവളല്ലേ, എല്ലാം തകർന്നവളെ പോലെ ഇരിക്കുന്നവൾ. ഇവള് നീ ഓർത്തോ? ഗായുമോളെ പറഞ്ഞു തിരുത്തുന്നതിന് പകരം ഞങ്ങൾ പോലും അറിയാതെ എന്തൊക്കെയോ നിങ്ങൾ ചെയ്തു കൂട്ടി. ഇപ്പോഴും ചെയ്തു കൂട്ടി. എന്നിട്ടെന്തായി? അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു. ഒരു വ്യത്യാസമുണ്ട്, ഇതിലൊരാളുടെ ജീവൻ അങ്ങ് ഇല്ലാതെയായി. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഇങ്ങനെയൊരു മകൾ എനിക്കില്ല. ഇനിയുള്ള കാലം ജയിലിൽ കിടന്ന് പഠിക്ക്. തിരിഞ്ഞു നോക്കില്ല ഞാൻ, മടുത്തു. എത്ര പേരുടെ കണ്ണുനീർക്ക് നീ കാരണം കാണേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ശാപമാണിത്. അനുഭവിച്ചോ? ഞാൻ ചെയ്തതിനിപ്പോൾ ഞാനും അനുഭവിക്കുന്നുണ്ട്. ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്ന് കാണേണ്ടി വരില്ലായിരുന്നു. സങ്കടത്തോടെ ലക്ഷ്മി അമ്മ പറഞ്ഞു. പവി തൻ്റെ അമ്മയെ നോക്കി, ശേഷം രേവതിയെ നോക്കി. ജീവനില്ലാതെ കണക്കിരിക്കുന്നവളെ കണ്ടതും അവൾ പൊട്ടിക്കരഞ്ഞോട് രേവതിയുടെ കാൽക്കൽ വീണു. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല രേവു, നിനക്കറിയാലോ എൻ്റെ ജീവനും കൂടി ഗായുമോള്. ഞാൻ അശ്വതിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതാ. പക്ഷെ പാളിച്ച് സംഭവിച്ചു. ഗായുമോൾക്ക് ഈ ഗതി വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ശിക്ഷിച്ചോട്ടെ, ഞാൻ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ റെഡിയാണ്. എന്നോട് നീ വെറുപ്പ് കാണിക്കല്ലടി, മാപ്പ്.
പവിത്ര കരച്ചിലോട് രേവതിയുടെ കാലുകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരനക്കവുമില്ലാതെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നവളെ പവിത്ര നോക്കിയിരുന്നു പോയി. നീ മാപ്പ് പറഞ്ഞാൽ തീരൂ അവളുടെ വിഷമം. നീ കാരണം അവളുടെ കെട്ടിയോനുമായി അവൾ അകന്നു. തിരികെ വന്ന മകളെ കൊന്നുകൊടുത്തു. ഇനി ആരാ ഉള്ളത് അവൾക്ക്? അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയില്ല നീ. ലക്ഷ്മിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ. ഇടർച്ചയോടെ പവിത്ര വിളിച്ചു. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. എനിക്കൊരേ ഒരു മകളേ ഉള്ളൂ, അത് ഈ രേവതിയാ. നിന്നെ കാണണ്ട ഞങ്ങൾക്ക്. കൊണ്ടുപോ മോനെ സിദ്ധു. ലക്ഷ്മിയമ്മ രേവതിയെ ചേർത്ത് പിടിച്ച് അവിടെ നടന്നു. സിദ്ധുവിൻ്റെ കൂടെ വന്ന വനിതാ പോലീസ് പവിത്രയെ കൊണ്ടു നടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു പാവകണക്കെ അവരുടെ കൂടെ പോയി. പോലീസ് വാഹനത്തിൽ കയറുമ്പോഴും അവൾ മനസ്സുകൊണ്ട് രേവതിയോട് മാപ്പ് പറഞ്ഞു. പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നവളെ നോക്കി നിറകണ്ണാൽ രേവതി നിന്നു. മനസ്സിൽ പലതും കടന്നു വന്നു. കുട്ടിക്കാലം, പഠനകാലം, അങ്ങനെ പലതും കടന്നു വന്നു. അവസാനം അവളുടെ മനസ്സിലേക്ക് വന്നത് സിദ്ധു കാണിച്ച വീഡിയോ ആയിരുന്നു. ജ്യൂസിൽ വിഷം കലർത്തുന്നവൾ അശ്വതി മോൾക്ക് കൊടുക്കുന്നത്, ഗായത്രി വന്നതും അവരോട് ചെന്നിരുന്ന് കളിയിൽ ഏർപ്പെട്ടതും വിഷമടങ്ങിയ ജ്യൂസ് ഗായത്രി കുടിക്കുന്നതൊക്കെ രേവതിയുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഒടുവിൽ തനിക്ക് സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്നവൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നവൾ അതിനെ കൊല്ലാൻ കാരണക്കാരിയും. മനസ്സിൽ പിന്നെയും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി രേവതി മരവിച്ച മനസ്സുമായി ലക്ഷ്മിയമ്മയുടെ അരികിലേക്ക് പോയി. മഠത്തിൽ വീട്ടുകാർ ഓരോരുത്തരും ഗായത്രിയുടെ മരണവിവരം അറിഞ്ഞു. പവിത്രയെ അറസ്റ്റ് ചെയ്തതറിഞ്ഞതോടെ എല്ലാവരും ഞെട്ടി. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും, അതാരായാലും ശരി. അതിപ്പോൾ സ്വന്തം മകളായാൽ പോലും ഒന്ന് ഉപദേശിച്ചപ്പോൾ നന്നാവുന്നതിന് പകരം വീണ്ടും അതേ തെറ്റുകളിലേക്ക് പോയി. വിധിയെ തടുക്കാനാകില്ല. ഈശ്വരൻ എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ നടക്കും. മുത്തശ്ശൻ അവിടെ എല്ലാവരോടും പറഞ്ഞു എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. മുത്തശ്ശി കണ്ണീരോടെ ഇരുന്നു. താൻ പ്രസവിച്ച കുട്ടിയാണ് പവിത്ര. അറിഞ്ഞില്ല ഇരട്ട കുട്ടികളാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ പൊന്നുപോലെ തന്നെ വളർത്തിയനെ. ഇത് തങ്ങളുടെ വയസ്സാൻ കാലത്ത് മകളാണെന്ന് അറിഞ്ഞിട്ടും സ്നേഹത്തോടെയാണെന്ന് ചേർത്ത് പിടിച്ചത്. ഉള്ളു നൊന്തിരുന്നു അന്ന്. മകളെ അറിയാതിരുന്നതിൽ, അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എല്ലാം ഈശ്വരൻ്റെ വിധി പോലെ നടന്നു. ഇപ്പോൾ അവൾ ഒരു കൊലപാതകി. അവളെ അറസ്റ്റ് ചെയ്തു. കേൾക്കുമ്പോൾ മനസ്സിനൊരു നൊമ്പരം. ചിലപ്പോൾ താൻ പ്രസവിച്ച തൻ്റെ മകളായതുകൊണ്ടായിരിക്കാം ഇത്രയും വിഷമം മനസ്സിനെ ബാധിച്ചേക്കുന്നത്. അല്ലേലും ശേഖരേട്ടൻ പറഞ്ഞതുപോലെ ഉൾക്കൊള്ളണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. മുത്തശ്ശി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് പോയി. എന്നാലും പവിയാൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഗായുവിന് ജീവനല്ലേ അവർക്ക്? പാർവർണ ആലോചനയോടെ പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. നന്ദൻ പറഞ്ഞതും എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് തിരിഞ്ഞു. രാമചന്ദ്രനും അവരുടെ അമ്മയും ഡിസ്ചാർജായി തെക്കേടുത്ത് തറവാട്ടിലെത്തി. രണ്ടുപേർക്കും റെസ്റ്റൊക്കെ പറഞ്ഞിരിക്കുന്നതിനാൽ പുറത്തേക്ക് പോക്ക് കുറവാണ്. ഇതിനിടയിൽ ആദിയുടെ മരണവാർത്ത ചാനലുകളിൽ നിറഞ്ഞു കാണാമായിരുന്നു. തൻ്റെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിനാൽ ആത്മഹത്യ ചെയ്തതാണെന്നും തന്നെ എല്ലാവരും വിശ്വസിച്ചു. രാമചന്ദ്രൻ ഒന്നിൻ്റെ പുറകിലും പോയില്ല. അതുകൊണ്ട് തന്നെ കേസ് ക്ലോസായി. രാമേട്ട, എന്ത് കിടപ്പാണിത്? ഇങ്ങനെ കിടക്കാതെ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നടന്നേ. വയ്യടോ, മനസ്സാകെ വല്ലാത്തൊരു ഭാരം. ഇത്രയും നാൾ ചെയ്തു കൂട്ടിയതോർക്കെ മനസ്സിലൊരു വിങ്ങൽ. തനിച്ചായതുപോലെ. എന്തൊക്കെ ഈ പറയുന്നേ? തനിച്ചാണെന്നോ? ഞാനില്ലേ കൂടെ? പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അച്ചുമോളെ കണ്ടു മാപ്പ് പറയണം. ക്ഷമിക്കില്ലേ അവൾ എന്നോട്? അതോ വെറുപ്പായിരിക്കോ? കണ്ണീരോടെ അയാൾ പറഞ്ഞു. ക്ഷമിക്കും, പക്ഷേ ഒരിക്കലും അച്ഛനെന്നൊരു സ്നേഹം അവൾക്കുണ്ടാകില്ല. അത് എപ്പോഴും ഓർമ്മ വേണം. കാരണം അവളുടെ ഭൂതകാലമൊക്കെയും അതുപോലെ വേദനിച്ചിട്ടുണ്ട്. ചേർത്തു നിർത്തേണ്ടപ്പോൾ ചേർത്ത് പിടിച്ചില്ല. കുഞ്ഞായിരുന്നപ്പോൾ പോലും മകളെന്ന പരിഗണന കൊടുത്തില്ല. അറിവായത് തൊട്ട് അതിനെല്ലാവരുടെയും അവഗണനയല്ലേ കിട്ടിയേക്കുന്നത്. സ്നേഹം എന്നത് അറിഞ്ഞിട്ടില്ല. കാശിയുടെ ഭാര്യ ആയത് മുതലാണ് അതിന് സന്തോഷത്തോടെയുള്ള നാളുകൾ തുടങ്ങിയത്. അവൾ അവനിലേക്ക് ഒതുങ്ങി. അവളുടെ പ്രാണൻ അത് കാശി മാത്രമാണ്. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവുമെല്ലാം അവനിൽ നിന്നും അവൾക്ക് ലഭിക്കാറുണ്ട്. ആ തറവാട്ടുകാരും അവളെ സ്നേഹത്തോടെ നോക്കുന്നത്. അങ്ങനെയുള്ള അവൾക്ക് കാശിയും ആ കുടുംബവും കഴിഞ്ഞ് നമ്മൾ ഉണ്ടാവുകയുള്ളൂ. ശ്രീലത പറഞ്ഞു. നീ പറഞ്ഞത് നേരാണ്. സീത മരിച്ചു കഴിഞ്ഞേ പിന്നെ ഞാൻ അവളെ സ്നേഹത്തോടെ പോലും നോക്കിയിട്ടില്ല. ഇന്നേവരെ മകളാണെന്നുള്ള പരിഗണനയും കൊടുത്തിട്ടില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് അവളെ പോയി കാണണം, മാപ്പ് പറയണം.
അച്ഛനാണെന്നുള്ള പരിഗണന വേണമെന്നുമില്ല, ഒരിക്കലും കൂട്ടിക്കൊണ്ടു വരികയുമില്ല. മാപ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഒരു തീർത്ഥാടന യാത്ര നടത്താൻ. ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഇനിയുള്ള കാലം അങ്ങനെ മുന്നോട്ട് പോകണം. രാമചന്ദ്രൻ വേദനയോടെ പറഞ്ഞു. ഞാനും ഉണ്ടാകും കൂടെ. നിനക്കിനിയും നല്ലൊരു ജീവിതം മുന്നിലുണ്ടാകും ലതേ. എന്നെ നോക്കണ്ട, സന്തോഷത്തോടെ ജീവിക്കൂ. ഇല്ല, എനിക്ക് രാമേട്ടൻ്റെ കൂടെ മതി ഇനിയുള്ള ജീവിതം. രാമേട്ടൻ്റെ കൂടെ ഞാൻ സന്തോഷവതിയായിരിക്കുകയുള്ളൂ. എവിടെ പോവുകയാണെങ്കിലും ഞാനും ഉണ്ടാകും കൂടെ. അതിപ്പോൾ മരണമാണെങ്കിൽ പോലും.